ഹലോ, നമുക്കിന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ? ചീസ്ലിങ്സ്, നല്ല ചീസി ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അതിനാദ്യം നമുക്കൊരു ബൗളിൽ കുറച്ച് മൈദാപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസ്, ബട്ടർ, ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ്. നമ്മൾ ഉപ്പിടുമ്പോൾ ഒത്തിരി ഇടാതിരിക്കുക, ബിക്കോസ് നമ്മുടെ ബട്ടറിലും ചീസിലും ഒക്കെ നമുക്ക് ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് വരുന്നില്ലേ. എന്നിട്ട് തണുത്ത പാല് കുറച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് അത് കുഴച്ചെടുക്കണം. ഈ മാവ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് ചെറിയ ബോൾസ് ആക്കി മാറ്റിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ പരത്തുന്നത് ആ രീതിയിലൊന്ന് പരത്തി, അത് ഒത്തിരി കട്ടിക്കും പരത്തരുത്, എന്നാൽ ഒത്തിരി തിന്നായി പോകരുത്. നമുക്ക് ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ട് നമ്മുടെ ഒന്നിൽ ഉള്ള വീട്ടിലുള്ള നൈഫ് യൂസ് ചെയ്തോ അല്ലെ പിസ്സ കട്ടർ യൂസ് ചെയ്ത് ഇതുപോലെ നല്ല ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമ്മളൊരു സൈഡിൽ വെക്കാം. അത് കഴിഞ്ഞ് അടുപ്പിൽ തീ കത്തിച്ച് നമുക്ക് കടായി വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ബാച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മേക്ക് ഷുവർ നമ്മൾ തീ ഒരു ലോ മീഡിയമിൽ വെക്കാവുള്ളൂ, ബിക്കോസ് നമ്മൾ തുടക്കത്തിൽ എണ്ണ ചൂടായി കഴിയുമ്പോഴാണ് ഇത് ആദ്യം വിടുന്നത്. എന്നിട്ട് ആ ഒരു തീ നമുക്കൊരു ലോ മീഡിയമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഇത് വെളിയിൽ നിന്ന് നമുക്കൊരു ഡാർക്ക് കളറായിട്ട് തോന്നും, പക്ഷേ അകത്ത് ആ ഒരു ക്രിസ്പിനെസ് കാണത്തില്ല. നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് സോഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒത്തിരി ക്വാണ്ടിറ്റി ഇടരുത്, കുറച്ച് ക്വാണ്ടിറ്റി ഇട്ട് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുത്ത് കോരി മാറ്റുക. നല്ലൊരു ഗോൾഡൻ കളർ വരുമ്പോഴത്തേക്ക് അത് കോരി എടുത്ത് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. ഐ ഹോപ്പ് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.